ഹലോ മക്കളെ, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് ടേമിനൽ ഇവാലുവേഷൻ 2019 നമ്മളുടെ ഫിഫ്ത്ത് ചാപ്റ്ററായ ട്രിഗണോമെട്രി അഥവാ ത്രികോണമിതി എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും 2019 ചോദിച്ചിട്ടുള്ള സെക്കൻഡ് ഡിഗ്രി എക്സാമിനേഷനിൽ ട്രിഗണോമെട്രി തൊട്ട് നമുക്ക് കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ വരുന്നതാണ്. അതുകൊണ്ട് ഓരോ ഇയർ വൈസാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പോൾ 2019 ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ABC is a right angle. AB equal to BC 3 cm. ABC എന്ന ത്രികോണം മട്ട ത്രികോണമാണ്. AB equal to BC equal to 3 cm. വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ എ? ആംഗിൾ എയുടെ അളവ് എന്താണ്? പിന്നെ വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? ACയുടെ നീളം എന്താണ്? ഇവിടെ നമുക്ക് നോക്കിയാൽ ഒരു കോണ് 90 തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ത്രികോണത്തിന്റെ 3 കോണുകൾ കൂട്ടിയാൽ 180 കിട്ടുക എന്ന് നമുക്കറിയാം. 180 90 പോയാൽ ബാക്കി 90. ഈ രണ്ട് കോണും ഈക്വൽ ആയിരിക്കും എന്ന് നമുക്കറിയാം. അപ്പൊ ആ 90ന് ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ എത്ര വരും? 45. എങ്ങനെ മനസ്സിലായോ? ഒരു ത്രികോണത്തിന്റെ എല്ലാ കോണുകളും കൂട്ടിയാൽ 180 കിട്ടും. അതിലൊരു കോണ് 90 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പൊ 180 90 പോയാൽ ബാക്കി എത്ര ഉണ്ട്? 90 ഉണ്ട്. ഇനി ഈ രണ്ട് കോണുകളും ഈക്വൽ ആയിരിക്കും, അഥവാ ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റിലെ ആംഗിൾസ് എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇത് രണ്ടും കൂട്ടിയാലാണ് 90. ആ 90ന് ഈക്വൽ ആയിട്ട് കൊടുക്കുമ്പോൾ 45 എന്ന് വരും. അപ്പോൾ ആംഗിൾ എ ഈക്വൽ ടു 45 എന്ന് കിട്ടും. ഇനി 45 90 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു റേഷ്യോ ഉണ്ട്. 1:1:√2. അഥവാ 45ന് ഓപ്പോസിറ്റ് 1ന്റെ സ്ഥാനത്ത് 3 ആണ്. 1ന്റെ സ്ഥാനത്ത് 3 ആണ്. അപ്പോൾ 1ന്റെ സ്ഥാനത്ത് 3 ആണെന്നുണ്ടെങ്കിൽ √2ന്റെ സ്ഥാനത്ത് എത്രയാ? 3√2. √2 എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റ് ആണ്. അപ്പം 90ക്ക് ഓപ്പോസിറ്റ് ഉള്ള ഈ സൈഡ് എത്രയായിരിക്കും? 3√2 ആയിരിക്കും. അതല്ലേ നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്? വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC? ACയുടെ നീളം എത്ര? അപ്പം ACയുടെ നീളം എത്രയാണ്? 3√2. സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇൻ ദ ട്രയാങ്കിൾ ABC, ആംഗിൾ B equal to 90 degree, AC equal to 5 cm, sin C equal to 4/5. ABC എന്ന ത്രികോണത്തിൽ ആംഗിൾ B 90 ഡിഗ്രി ആണ്, AC 5 സെന്റിമീറ്റർ ആണ്, സൈൻ C 4/5 ആണ്. ഓക്കെ, AC 5 ആണ്. അപ്പൊ ഇവിടെ 5 എന്ന് വരും. ഇനി സൈൻ C ഈ കോൺ വെച്ചിട്ടാണ് പറയുന്നത്. എന്താ സൈനിന്റെ ഇക്വേഷൻ? ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, അഥവാ എതിർവശം. ഈ സിയുടെ എതിർവശം ഏതാ? AB. അപ്പൊ ഇവിടെ 4. എതിർവശം ബൈ കർണം 4/5. കണ്ടോ? അപ്പൊ AB കിട്ടി 4. ABയുടെ നീളം എത്രയാ? 4. സൈൻ C 4/5 ആണ്. അപ്പൊ നമ്മളുടെ ട്രയാങ്കിൾ ഇത് എങ്ങനെ വരും? ഇതാണല്ലോ സൈൻ C. ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, എതിർവശം ബൈ കർണം. അപ്പൊ എതിർവശം 4, കർണം 5. അപ്പൊ AB കിട്ടിയ എത്രയാ? 4. ഇനി കോസ് C കാണണമെന്നുണ്ടെങ്കിൽ സിയുടെ അഡ്ജസൻ സൈഡ് അഥവാ സമീപവശം കാണണം. അതിന് നമ്മൾ പൈതഗോറസ് വെച്ചിട്ട് ചെയ്യാണ്. A² + B² = H². H നമുക്ക് തന്നിട്ടുണ്ട് ഹൈപ്പോട്ടനസ് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ്, അത് 5 ആണ്. അപ്പോൾ 4² + B² = 5² കിട്ടും. 4ന്റെ സ്ക്വയർ 16, B² = 25. ഈ 16 അപ്പുറം കൊണ്ടുവരിക. അപ്പോൾ 25 - 16, 25ന്ന് 16 പോയാൽ എത്രയാ? 9. അപ്പോൾ B² 9 ആണ്. അപ്പോൾ B എത്രയാ? √9. √9ന്റെ വാല്യൂ 3. അപ്പൊ B എത്രയാണ്? 3 എന്ന് കിട്ടും. ഓക്കെ, ഇനി കോസ് C കാണാം. ഇവിടെ 3 എന്ന് കിട്ടി. സമീപവശം ബൈ കർണം, അഡ്ജസൻ സൈഡ് ബൈ ഹൈപ്പോട്ടനസ്, അപ്പോൾ 3/5 എന്ന് കിട്ടും. A boy standing on the bank of a river see the top of a tree on the other bank at an angle of elevation 54 degree. Stepping 20 meters back, he see it an angle of elevation 27 degree. Find the height of the tree. ഒരു തോടിനരികത്ത് നിൽക്കുന്ന ഒരു കുട്ടി അക്കരയോട് ചേർന്ന് നിൽക്കുന്ന മരത്തിന്റെ മുകളറ്റം 50 ഡിഗ്രി മേൽക്കോണിൽ കാണുന്നു. 20 മീറ്റർ പുറകോട്ട് മാറി നോക്കിയപ്പോൾ 27 ഡിഗ്രി മേൽക്കോണിലാണ് കാണുന്നത്. മരത്തിന്റെ ഉയരം കണക്കാക്കുക. 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ് കേട്ടോ. ഇതെങ്ങനെ ചിത്രം വരയ്ക്കണം എന്നുള്ള ആദ്യം ഞാൻ വരച്ച് കാണിച്ചുതരാം. അപ്പോൾ ഒരു മരത്തിന്റെ മുകളറ്റം ഒരു കുട്ടി നോക്കുകയാണ്, ഇങ്ങനെ വരും. ഈ ആംഗിൾ ആണ് നമുക്ക് ആദ്യം തന്നത്. എത്രയാ? 54 ഡിഗ്രി. ഇവിടുന്ന് എത്ര മീറ്ററാ? 20 മീറ്റർ ബാക്കിലോട്ട് മാറി. എന്നിട്ട് ആ മരത്തിന്റെ മുകളറ്റം കാണുന്നു. അത് കണ്ട കോണാണ് 27 ഡിഗ്രി. ഇങ്ങനെയാണ് നമ്മളെ ചിത്രം വരിക. ഇവിടുന്ന് മാറിയ നീളം 20. കണ്ടോ? ഒരു കുട്ടി മരത്തിന്റെ മുകളറ്റം 54 ഡിഗ്രി മേൽക്കോണിൽ കാണും.
അത് കഴിഞ്ഞിട്ട് 20 മീറ്റർ ബാക്കിലോട്ട് മാറും. എത്ര മീറ്റർ ബാക്കിലോട്ട് മാറി? 20 മീറ്റർ ബാക്കിലോട്ട് മാറി. 20 മീറ്റർ ബാക്കിലോട്ട് മാറിയപ്പോൾ കുട്ടി കണ്ടത് 27 ഡിഗ്രിയിലാണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഏകദേശം ഒരു ചിത്രം കിട്ടി. ഓക്കെ, ഇനി നോക്കിക്കോട്ടോ, ഞാനിവിടെ കുറച്ച് ആംഗിൾ കൂടി അടയാളപ്പെടുത്താൻ പോകുന്നത്. നമ്മൾ ആദ്യം ഇവിടെ ഒരു 54 കിട്ടിയിരുന്നു, ഇവിടെ 20. ഇത് രണ്ടും മാത്രമുള്ളായിരുന്നു നമുക്ക് കേട്ടോ. ഈ ആംഗിൾ എങ്ങനെ 126 കിട്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് രണ്ടും കൂട്ടിയ 180 ആണ്. അപ്പോൾ 180 54 കുറച്ചു. 10 4 പോയാൽ 6 കിട്ടും. ഇവിടെ ഇനി 7 ഉണ്ടാവുള്ളൂ. 7 5 പോയാൽ 2, 126. ഓക്കെ, 126ക്ക് 27 കൂട്ടിയാൽ 126ക്ക് 27 കൂട്ടിയാൽ 13 ശിഷ്ടം 1 2 2 3 2 2 4 1 5 153 കിട്ടും. ബാക്കി ഇനി എത്ര വേണം? 27 വേണം. അപ്പോഴല്ലേ 180 ആവുക. ഒരു 7 കൂടി ആകുമ്പോൾ 60 ആയി, പിന്നെ ഒരു 20, അപ്പോൾ 27 വേണം. അപ്പോൾ ഇവിടെ എത്രയായിരിക്കും? 27 ആയിരിക്കും. ഇപ്പൊ നോക്കിയാ, ഈ രണ്ട് കോണുകൾ ഈക്വൽ അല്ലേ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വശങ്ങൾക്ക് ഈ 27 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് എത്രയാണ്? 20 ആണ്. അപ്പൊ ഈ 27 ഓപ്പോസിറ്റ് എത്രയായിരിക്കും? 20 ആയിരിക്കും. അങ്ങനെയാണ് ഇവിടെ AC 20 കിട്ടിയത്. ഓക്കെ, ഇവിടെ 226, ഇവിടെ 27 കിട്ടി, ഇവിടെ 27 കിട്ടി. ഈ 27 ഓപ്പോസിറ്റ് 20 ആണെന്നുണ്ടെങ്കിൽ ഈ 27 ഓപ്പോസിറ്റ് എന്താ? 20. കാരണം രണ്ട് കോണ് ഈക്വൽ ആണെന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. ഇനി നമുക്ക് കാണേണ്ട മരത്തിന്റെ ഉയരല്ലേ? നോക്കിയാ, ഇവിടെ ഒരു 54 തന്നിട്ടില്ലേ? അപ്പൊ ആ 54 ഓപ്പോസിറ്റ് ഉള്ള സൈഡ് കാണണം. ആരെ തന്നിക്കണ്? 90 ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് തന്നിക്കണം അല്ലെ? 90 ഓപ്പോസിറ്റ് ഉള്ള ഹൈപ്പോട്ടനസ് തന്നിക്കണം. അപ്പൊ നമ്മൾ ആരുപയോഗിക്കണം? സൈൻ ഉപയോഗിക്കണം. സൈൻ 54 = AD/AC. 54ന്റെ വാല്യൂ നമുക്ക് ആ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു, 0.80. ഓക്കെ, AD ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. AC-യുടെ നീളം 20 ആണ്. ഇനി ഈ 20നെ ഇങ്ങോട്ട് കൊണ്ടുപോവാ. 0.80 × 20, 8 × 2 16 ആണ്. എത്ര 0 ഉണ്ട്? 2 0. എത്ര സ്ഥാനം മാറ്റി പോയിന്റ് ഇടണം? 2 സ്ഥാനം. അപ്പൊ 16.00 അഥവാ 16. അപ്പോൾ AD മരത്തിന്റെ ഹൈറ്റ് എത്രയാ? 16. ഹൈറ്റ് ഓഫ് ദ ട്രീ, മരത്തിന്റെ ഉയരം 16 മീറ്റർ. ഓക്കെ, അടുത്ത് PQRS ഈസ് എ റോംബസ്. PQRS ഒരു റോംബസ് ആണ്. SPO SPO 35 ആണ്. OS 6 ആണ്. ഈ സൈഡ് 6 ആണ്. PQRS ഒരു സമഭുജ സാമാന്തരികമാണ്. SPO 35, OS 6. മെഷർ ഓഫ് POSന്റെ വാല്യൂ ആണ് ചോദിച്ചത്. ഏതാ ഇത്? POS. സമഭുജ സാമാന്തരികത്തിന്റെ വികരണങ്ങൾ പരസ്പരം ലംബ സമഭാജികളാണ്. പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അത് റോംബസിന്റെ പ്രത്യേകതയാണ്. ഡയഗണൽസ് ആർ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. ലംബ സമഭാജികളാണ്. എന്താണ്? ലംബ സമഭാജികളാണ്. അപ്പൊ POS എത്രയാണ്? 90 ഡിഗ്രിയാണ്. ഡയഗണൽസ് ഓഫ് എ റോംബസ് ആർ പെർപെൻഡിക്കുലർ. വികരണങ്ങൾ പരസ്പരം ലംബമാണ്. അപ്പൊ POS 90 ഡിഗ്രി. ഇനി ഏരിയ കാണണം. ഏരിയ കാണണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആര് വേണം? 2 ഡയഗണലും വേണം. ഇത് 90 ഡിഗ്രി, ഇത് 6. ഇവിടെയും അപ്പോൾ 6. ഒന്നാമത്തെ ഡയഗണൽ 12. രണ്ടാമത്തെ ഡയഗണൽ കാണണം. അതിന് നമുക്ക് നോക്കിയേ, എതിർവശം തന്നിട്ടുണ്ട്, സമീപവശം കാണണം. ഹൈപ്പോട്ടനസ് ആണോ? 90 ഓപ്പോസിറ്റ് ആണ് ഹൈപ്പോട്ടനസ്. അത് കാണണോ? വേണ്ട. എതിർവശം തന്നിക്കണ്, സമീപവശം അഥവാ ഓപ്പോസിറ്റ് സൈഡ് തന്നിക്കണ്, അഡ്ജസൻറ്റ് സൈഡ് കാണണം. നോക്കാം. ഏരിയ എന്ന് പറയുന്നത് D1 × D2 ആണ്. നമുക്ക് 2 ഡയഗണലിന്റെ ലെങ്ത് വേണം. ഇവിടെ ഒരു ഡയഗണലേ നമുക്ക് കിട്ടിയിട്ടുള്ളൂ, മറ്റത് ഞാൻ കാണാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഏതാ നമ്മൾ യൂസ് ചെയ്യുന്ന ഇക്വേഷന്? ഡയഗണൽസ് ഓഫ് എ റോംബസ് ബൈസെക്ട് ഈച്ച് അതർ. വികരണങ്ങൾ പരസ്പരം സമഭാഗം ചെയ്യുന്നുണ്ട്. OSഉം OQയും 6 ആണ്. അതൊക്കെ നമ്മൾ ഇവിടെ എഴുതി. ഇനി D1 = SQ = 12. ഒന്നാമത്തെ ഡയഗണൽ കിട്ടി. ഇനി രണ്ടാമത്തെ കാണാൻ നോക്കിയ മക്കളെ, എതിർവശം തന്നിക്കണ്, സമീപവശം കാണണം. tan 35. OS/OP. OS എന്ന് പറയുന്നത് 6 ആണ്. tan 35ന്റെ വാല്യൂ ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ 0.70 = 6/OP എന്ന് കിട്ടും. ഈ OPനെ ഇങ്ങോട്ട് കൊടുന്നു. പോയിന്റ് കഴിഞ്ഞിട്ട് ലാസ്റ്റുള്ള 0ക്ക് വാല്യൂ ഇല്ല, 0 നമ്മൾ എഴുതണ്ട. അപ്പോൾ 0.7 × OP എന്ന് വരും. അപ്പുറത്തോട്ട് വരുമ്പോൾ 6/0. താഴെയാണ് 0 പോയിന്റ് വരുന്നതെങ്കിൽ ആ പോയിന്റ് കളയണം. അപ്പോൾ താഴെ മേലെ ഒരു 10 കൊണ്ട് ഗുണിക്കുക. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പറാ? ഒരു നമ്പർ. അതുകൊണ്ടാണ് 10 കൊണ്ട് ഗുണിച്ചത് കേട്ടോ. പോയിന്റ് കഴിഞ്ഞിട്ട് ഒരു നമ്പർ, അപ്പോൾ 10 കൊണ്ട് ഗുണിച്ചു. 6 × 10 60. 0.7 × 10 7. ഇനി 60നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 60/7.
7 8 56. 60 56 പോയാൽ 4, താഴത്ത് കറക്കാൻ നമ്പർ ഇല്ല, 0 ഇട്ടു, പോയിന്റ് ഇട്ടു. ഓക്കെ, 40 6 7 42, 42 വരില്ല, 5 7 35. 40 5 പോയാൽ 35 പോയാൽ 5 50, 7 7 49. ഇനി എത്ര ആയിക്കോട്ടെ, നമുക്ക് അത്ര മതി. അപ്പോൾ 8.57 കിട്ടും. ഇത് OPയുടെ നീളമാണ്. അതേ നീളം തന്നെയാണ് ആർക്കും ഉണ്ടാവുക, ORനും ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ 8 D2 കാണാൻ അതിൻ്റെ ഇരട്ടി, 8.5ൻ്റെ ഇരട്ടി, 7 7 14 4 ഇഷ്ടം 1, 5 5 10 1 11 1. ഇതിന് ഇതേപോലെ ഒന്ന് കൂട്ടിയാൽ മതി. ഇതിലേക്ക് ഒരു 8.5 കൂടിയും കൂട്ടിയാൽ മതി. 7 7 14 4 ഇഷ്ടം 1, 5 5 10 1 11 1 ഇഷ്ടം 1, പോയിന്റ് ഇടുക, 8 8 16 1 17. അപ്പോൾ 2 ഡയഗണലായി അല്ലേ. ഇനി ഏരിയ കാണാം, D1 × D2/2. D1 എത്രയാ, 12. അപ്പോൾ 12 × 17.14. 12നെ 2 ആയിട്ട് കട്ട് ചെയ്യാലോ. 12/2 എത്രയാണ്, 6 ആണ്. പിന്നെ 6 × 17.14 ചെയ്താൽ മതി. അഥവാ 1714നെ പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക, 6 കൊണ്ട് ഗുണിക്കുക. 4 20, 6 4 24, 4 ശിഷ്ടം 2 വരും, 6 2 8 വരും, 6 42ക്ക് 2 ശിഷ്ടം 4 വരും, 1 6 6 4 10. പോയിന്റ് കഴിഞ്ഞിട്ട് എത്ര നമ്പറാ, 2 നമ്പർ. അപ്പം 102.84 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് കിട്ടും. എത്ര കിട്ടും, 102.84 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഈ റോംബസിന്റെ ഏരിയ. അടുത്തൊരു ചോദ്യം എങ്ങനെയാണ്, ഇൻ ദ ഫിഗർ O ഈസ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. AOB 120 ആണ്, COB 90 ആണ്, AB 6 ആണ്. ചിത്രത്തിൽ O വൃത്തകേന്ദ്രമാണ്, അളവുകളൊക്കെ തന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ഫസ്റ്റത്തെ ചോദ്യം, വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് AC ആണ്. ACയുടെ നീളം കാണാനാണ്. മക്കളെ നോക്കിയാൽ AB 6 ആണ്. ഇവിടം തൊട്ട് ഇവിടം വരെയുള്ള നീളമാണ് 6 എന്ന് പറയുന്നത്. നമ്മളൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചാണ് ഒരു, അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ നോക്കിയാലും മതി, ഇത് 2 റേഡിയസ് അല്ലേ അല്ലേ. ആ റേഡിയസ് ആയതുകൊണ്ട് തന്നെ ഇതൊരു ഐസോസിലസ് ട്രയാങ്കിൾ അല്ലേ. ഐസോസിലസ് ട്രയാങ്കിളിൻ്റെ ഹൈറ്റ് ബേസിന് എന്ത് ചെയ്യും, ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇനി 9ാം ക്ലാസ്സിലെ തിയറി ഓർമ്മയില്ല എന്നുണ്ടെങ്കിലും ഐസോസിലസിൻ്റെ നമുക്കറിയാവുന്നതാണ് അല്ലേ. ഒരു ഐസോസിലസ് ഒരു സമപാർശ്വ ത്രികോണം, ഐസോസിലസ് അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണത്തിൻ്റെ തുല്യ കോണുകൾ, തുല്യവശങ്ങൾ ചേരുന്ന കോണിൽ നിന്നും അതിൻ്റെ ബേസിലേക്ക് വരക്കുന്ന പെർപെൻഡിക്കുലർ ബേസിനെ ബൈസെക്ട് ചെയ്യും. അപ്പോൾ AC 3. രണ്ടാമത് ചോദ്യം എന്താ, ഫൈൻഡ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. മക്കളെ നോക്കിയാൽ ഇവിടെ മൊത്തം 160 ആണ്. അപ്പോൾ ഇവിടെ 60 വരും, സോറി 120 ആണ്. അപ്പോൾ ഇവിടെ 60 വരും, ഇവിടെ 90, അപ്പോൾ ഇവിടെ എത്രയാ, 30. അപ്പോൾ 30 60 90 ആയില്ലേ. ഇത് വെച്ചിട്ട് നമുക്ക് റേഷ്യോ കണ്ടുകൂടെ, കണ്ടോ, 30 60 90. ഇങ്ങനെയാണ് ആ ട്രയാങ്കിൾ വരിക. ACOനെ ഞാൻ പ്രത്യേകം സെപ്പറേറ്റ് വരച്ചു കേട്ടോ. ഇവിടെ 60 വരാൻ കാരണം എന്താ, ടോട്ടൽ 120 ആണ്. അപ്പോൾ ഇവിടെ 60, ഇവിടെ 90 വരും, അപ്പോൾ ഇപ്പുറത്ത് 30. 30 60 90. അതിൽ 60ൻ്റെ ഓപ്പോസിറ്റ് 3 ആണ്, √3യുടെ സ്ഥാനത്ത്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയാ, 3/√3 ആണ്. നമുക്കതിനെ വേണമെന്നുണ്ടെങ്കിൽ ചെറുതാക്കാം കേട്ടോ. ഒരു നമ്പറിനെ അതിനെ റൂട്ടിൻ്റെ മൾട്ടിപ്ലൈ ആയിട്ട് എഴുതാൻ പറ്റും. അപ്പോൾ 3നെ നമുക്ക് എങ്ങനെ എഴുതാം, √3 × √3 എഴുതാം. അപ്പോൾ അതിന് ഓരോ √3 എന്തായി പോകും, കട്ട് ചെയ്തു പോകും. ബാക്കി എന്തുണ്ട്, √3. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് √3 ആണെന്നുണ്ടെങ്കിൽ 2ൻ്റെ സ്ഥാനത്ത് എന്തായിരിക്കും, 2√3. ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട റേഡിയസ് അല്ലേ, ഫൈൻഡ് ദ റേഡിയസ്. റേഡിയസ് എന്ന് പറയുന്നത് ഇതാണ് OA. അത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് അല്ലേ. 90ൻ്റെ ഓപ്പോസിറ്റ് എന്ന് പറയുമ്പോൾ 2. അപ്പോൾ അത് എത്രയാ, 2√3. അപ്പോൾ റേഡിയസ് കിട്ടിയ എത്രയാ, 2√3. ഇനി മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 1 ആംഗിൾ ഓഫ് എ ട്രയാങ്കിൾ 60 ഡിഗ്രി. ഒരു ആംഗിൾ 60 ഡിഗ്രിയാണ്. ദ ലെങ്ത് ഓഫ് ദ ഓപ്പോസിറ്റ് സൈഡ് 60 ഡിഗ്രിയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കുള്ള ഇക്വേഷൻ എങ്ങനെയാണ് വരിക, 2AB = 2R sin C. എങ്ങനെയാണ് AB = 2R sin C എന്ന് അറിയണം. ഒരു റഫ് ഫിഗർ ഇങ്ങനെ വരയ്ക്കുക. നമ്മൾ ഒരു ട്രയാങ്കിൾ ഉണ്ട്, അതിൻ്റെ ഒരു കോൺ 60 ആണ്. 1 ആംഗിൾ 60 ഡിഗ്രി. ഒരു ത്രികോണത്തിൻ്റെ ഒരു കോണിൻ്റെ അളവ് 60 ഡിഗ്രി. ഇനി ആൻഡ് ദ ലെങ്ത് ഓഫ് ദ സൈഡ് ഓപ്പോസിറ്റ് 60 ഡിഗ്രി. 60 ഡിഗ്രിക്ക് എതിരെയുള്ള വശത്തിൻ്റെ നീളം 6√3. ഈ നീളം 6√3. വൃത്തത്തിൻ്റെ പരിവൃത്തത്തിൻ്റെ ആരം എത്രയെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വാട്ട് ഈസ് ദ റേഡിയസ് ഓഫ് ദ സർക്കിൾ. അങ്ങനെ ഒരു സർക്കിൾ, ഒരു സർക്കം സർക്കിൾ വരച്ചാൽ അതിൻ്റെ റേഡിയസ് നമ്മൾ പഠിച്ചാണ് അല്ലേ. സർക്കിളിൻ്റെ ഉള്ളിൽ ഒരു ട്രയാങ്കിൾ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കോണും തന്നു കഴിഞ്ഞാൽ ആ കോണിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് തന്നിക്കണമെങ്കിൽ, ഇപ്പോൾ ഇതിന് ഞാൻ AB എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ABC എന്ന് കൊടുത്തു കഴിഞ്ഞാൽ AB = 2R sin C ആണ്.
ആ ഇക്വേഷനാണ് ഞാൻ ഇവിടെ കൊടുത്ത്. എ ബി എന്ന് പറയുന്നത് 6√3 ആണ്. 2r സൈൻ സി എന്ന് പറയുന്നത് സൈൻ 60 ആണ്. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ ആ ചിത്രം ഞാൻ അവിടെ നിന്ന് വായിക്കണം കേട്ടോ, ഞാൻ അവിടെ 8 വരും. ഓക്കെ ഇനി സൈൻ 60 എങ്ങനെ √3/2 വന്നതും പറഞ്ഞുതരാം. അതിനും നമ്മൾ മറ്റേ 30 60 90ൻ്റെ ട്രയാങ്കിൾ എടുക്കാൻ കേട്ടോ. ഇവിടെ 30 60 സൈഡിൽ വരച്ചാൽ മതി പെട്ടെന്ന് കേട്ടോ. 30 ഓപ്പോസിറ്റ് 1, 60 ഓപ്പോസിറ്റ് √3, 90 ഓപ്പോസിറ്റ് 2. അപ്പോൾ സൈൻ 60 ആണ്. അപ്പോൾ സൈൻ 60 നോക്കുക, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടനസ്, എതിർവശം ബൈ കർണം, അപ്പോൾ √3/2 കിട്ടും. ഇവിടുന്ന് ഈ 2 2 എന്തായി പോയി, ക്യാൻസൽ ആയിപ്പോയി. അപ്പോൾ 6√3 = r × √3 എന്ന് വരും. അവിടുന്ന് ഈ √3 അപ്പുറം കൊണ്ടുവരാം. അപ്പോൾ 6√3/√3 എന്തായി പോകും, വെട്ടിപ്പോവും. അപ്പോൾ r = r. അപ്പോൾ റേഡിയസ് കിട്ടിയ എത്രയാ, 6. അടുത്ത് ഇൻ ദ ഫിഗർ q = 45, r = 30, PSR = 90, PR = 8. ചിത്രത്തിൽ Q 45 ഡിഗ്രി, R 30 ഡിഗ്രി, എല്ലാ അളവുകളും തന്നിട്ടുണ്ടോ. വാട്ട് ഈസ് ദ ലെങ്ത് ഓഫ് PS? PSൻ്റെ നീളമാണ് ചോദിച്ചിട്ടുള്ളത്. മക്കളെ ഞാനിവിടെ ഫിഗർ കാണിക്കുന്നതിന് മുമ്പ് കുറച്ചുകൂടെ ഇതാണ് കേട്ടോ, നോക്കിക്കോണേ. ഇത് 90 ആണെന്നുണ്ടെങ്കിൽ ഇപ്പുറത്തും എത്രയാണ്, 90. അപ്പം 45 90, ബാക്കി ഇനി എത്ര ഉണ്ട്, 45. ഓക്കെ അപ്പോൾ നോക്കിയാൽ ഇനി ഇവിടെ 30 90, അപ്പം ഇനി ഇവിടെ ബാക്കി എത്ര ഉണ്ട്, 60. ഇനി 30 60 90 എന്ന് നമുക്കറിയാം 1:√3:2 ആണ്. അതിൽ 2 എന്ന് പറയുന്നത് 90ൻ്റെ ഓപ്പോസിറ്റ് ആണ്. 2ൻ്റെ സ്ഥാനത്ത് 8 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് എത്രയായിരിക്കും, 4. കണ്ടോ, PSR എന്ന് പറയുന്ന ത്രികോണം, PSR ഈ PSR കേട്ടോ, ഇപ്പുറത്തുള്ള ഇത് അത് 30 60 90 ആണ് വരുന്നത്. 1:√3:2 ആണ് വരുന്നത്. അതിൽ 2ൻ്റെ സ്ഥാനത്ത് 8 ആണ്. അപ്പോൾ 1ൻ്റെ സ്ഥാനത്ത് 4 വരും. അപ്പോൾ PSൻ്റെ വാല്യൂ 4. കണ്ടോ. ഓക്കെ √3യുടെ സ്ഥാനത്ത് 4√3, അത് നമ്മളോട് ചോദിച്ചിട്ടില്ല കേട്ടോ. ഈ നീളം നമുക്ക് ഇപ്പോൾ ചോദിച്ചിട്ടില്ല, പക്ഷെ നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ആവശ്യം വരും. ഇവിടെ 4√3. ഓക്കെ SR = 4√3. ഇനി രണ്ടാമത്തെ ചോദ്യം, ഫൈൻഡ് ദ ലെങ്ത് ഓഫ് QR ആൻഡ് QP. ഓക്കെ PQs എടുത്തു, 45 45 അല്ലേ, 1:1:√2 വരും. 1ൻ്റെ സ്ഥാനത്ത് 4 ആണ്. ഇവിടെ 4 അല്ലേ നമുക്ക് കിട്ടിയത്, ഇവിടെ 4 ആണ്, ഇവിടെ 4√3 ആണ്. അപ്പോൾ ഇവിടെ 45 അല്ലേ, ഈ 45ൻ്റെ ഓപ്പോസിറ്റ് എത്ര തന്നെ ആയിരിക്കും, 4 തന്നെ ആയിരിക്കും. ഓക്കെ 90ൻ്റെ ഓപ്പോസിറ്റോ 4√2 എന്ന് വരും. ഇതാണ് 90, ഇവിടെ 4√2 എന്നും വരും. അപ്പോൾ QS 4 എന്ന് കിട്ടും, PQ 4√2 എന്നും കിട്ടും. QR ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. QR QSഉം SRഉം എന്ത് ചെയ്താൽ മതി, കൂട്ടിയാൽ മതി. 4 + 4√3. ഇനി എല്ലാ ലെങ്ത്തുകളും ഇവിടെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതേപോലത്തെ ഒരു ത്രികോണം വരയ്ക്കാനാണ് കേട്ടോ. ഈ റേഷ്യോയിൽ ഇവിടെ തന്നിട്ടുള്ള റേഷ്യോയിൽ ഒരു ത്രികോണം വരയ്ക്കാനാണ്. ഞാൻ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ട്രയാങ്കിളിൻ്റെ സൈഡുകളുടെ റേഷ്യോ ഒന്ന് കാണാൻ പോവാണ്. എന്നാൽ പിന്നെ ആ ട്രയാങ്കിൾ വരച്ചാൽ മതിയല്ലോ. ഇവിടെ 120 ഡിഗ്രി 30 45 വരുന്ന രീതിയിൽ നമ്മളൊന്ന് വരച്ചാൽ മതിയല്ലോ. അപ്പോൾ ഞാൻ ഇപ്പം നമ്മളുടെ കയ്യിലുള്ള ട്രയാങ്കിളുടെ റേഷ്യോ ഒന്ന് കാണാൻ പോവാണ്. PQ QR PR. PQ എത്രയാണ്, 4√2. QR എത്രയാണ്, 4 + 4√3. മറ്റേത് എത്രയാണ്, 8. PR എത്രയാണ്, 8. ഇനി ഇതിൽ നിന്ന് ഞാനൊരു 4നെ പുറത്തെടുത്തു. ഓക്കെ അപ്പോൾ 4നെ പുറത്തെടുത്താൽ ഇവിടെ ഒരു 1 ഉണ്ടാവും, ഇവിടെ ഒരു √3. അപ്പോൾ 1 + √3. എല്ലാത്തിനും ഞാനൊരു 4 കൊണ്ട് ഡിവൈഡ് ചെയ്തു. ഓക്കെ ഇതിന് 4 ആയിട്ട് ഡിവൈഡ് ചെയ്തപ്പോൾ 4ഉം 4ഉം ക്യാൻസൽ ചെയ്താണ്ട് എന്തായി, 2 ആയി. ഇവിടുന്ന് 4ഉം 4ഉം ക്യാൻസൽ ചെയ്താണ്ട് എന്തായി, 1 + √3 ആയി. ഇവിടുന്ന് 8/4 എന്തായി, 2 ആയി. ഈ റേഷ്യോ അല്ലേ അവിടെ ഉള്ളത്, നോക്കി √2 2 ഇപ്പുറത്താണ്. ഓക്കെ നമുക്ക് ഇപ്പുറത്തേക്ക് എഴുതാം. സൈഡുകൾ ത്രികോണത്തിൻ്റെ സൈഡുകളായതുകൊണ്ട് എങ്ങനെ വന്നാലും എന്തില്ല, കുഴപ്പമില്ല. ഓക്കെ അപ്പോൾ √2 2 1 + √3 ഈ റേഷ്യോ തന്നെ അല്ലേ, ആണ്. അപ്പം എന്നാൽ ഈ ത്രികോണം വരച്ചാൽ മതി നമ്മൾ. ഓക്കെ അപ്പോൾ ആദ്യം നമുക്ക് ഈ ഇവിടുത്തെ ലെങ്ത് നമ്മളെ കൊണ്ട് വരക്കാൻ കഴിയില്ല, 4 + 4√3 ആണ്. നമുക്ക് ആദ്യം PR വരക്കാം, 8 സെൻറ്റിമീറ്റർ. ഓക്കെ ആദ്യം നമുക്ക് PR 8 സെൻറ്റിമീറ്റർ വരക്കാം. ഞാൻ സ്കെയിൽ എടുത്തേണ്ടതാ ഇവിടെ 8 സെൻറ്റിമീറ്റർ വരക്കാൻ പോവാണ്. ഇനി ഇവിടെ പിയുടെ ഒരറ്റത്ത് 30ഉം ഒരറ്റത്ത് 120 ഡിഗ്രിയാണ് നമുക്ക് വേണ്ടി കേട്ടോ. ഇവിടുന്ന് നമുക്ക് 30 ഡിഗ്രി എടുക്കാം. 30 ഡിഗ്രിയുടെ ഒരു ലൈൻ ഞാൻ വരച്ചു. ഇനി ഇപ്പുറത്ത് നമുക്ക് എത്ര എടുക്കാം, 120 ഡിഗ്രി.
പിയുടെ ഒരറ്റത്ത് 30 ഒരറ്റത്ത് 120 അല്ലേ? അത് വരച്ച് കഴിഞ്ഞാൽ ഈ ത്രികോണത്തിൻ്റെ സൈഡുകളായില്ലേ അല്ലേ? അവിടെ ഞാൻ 30 എഴുതി. എന്താണ് PR? അതിൽ ആറിൻ്റെ സ്ഥാനത്ത് 30 കൊടുത്തു. ഇനി പിയുടെ സ്ഥാനത്ത് എത്രയാണ്? 120 ഡിഗ്രിയാണ്. അപ്പം ഇനി നമുക്ക് പിയുടെ സ്ഥാനത്ത് പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്യാം? 120 ഡിഗ്രി മാർക്ക് ചെയ്യാം. ഇങ്ങോട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ 0 നിന്ന് ഇങ്ങനെ തന്നിട്ട് 120 ഇവിടെ വരും. വരച്ച് മാറിപ്പോയോ? ഇങ്ങനെയാണ് വരേണ്ടത് കേട്ടോ. ജസ്റ്റ് ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. സോഫ്റ്റ്വെയറിൽ വരച്ചാണ്, ഇനിയിപ്പോൾ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല. ഇവിടെ 120 വരേണ്ടത് കേട്ടോ. ഇവിടെ എത്രയാണ് എഴുതിയത്? സോറി 120 അല്ല, എനിക്ക് പാളിയതാണ്. ഒരു മിനിറ്റ്. 105 തന്നെയാണ് വരിക. ഞാൻ കാണിച്ചു തരാം എന്തുകൊണ്ടാണ് 105 എന്നുണ്ടോ. നോക്കിയാൽ ഇവിടെ 45 30 45 30 എത്രയായി? 75 അപ്പോൾ 180 75 ഒന്ന് കുറച്ച് നോക്കിയാൽ 10 5 പോയാൽ 5. ഇവിടെ 7 7 7 പോയാൽ 0 100 105 കേട്ടോ. 105 തന്നെയാണ് വരിക കേട്ടോ. സോറി, ഞാൻ 120 എന്നാണ് പറഞ്ഞത് അല്ലേ? അല്ലെങ്കിൽ ഇങ്ങനെ ആലോചിച്ചാലും മതി. ഇവിടെ 45 ഇവിടെ 60 45 60 105 അല്ലേ? ഇവിടെ PQ Q എന്നും വരും. ആറല്ല, Q ആണ് കേട്ടോ. PR നമ്മളിവിടെ എഴുതിയില്ല. അപ്പോൾ ഇവിടെ Q ആണ് കേട്ടോ. പാളിക്കണല്ലോ. പോട്ടെ. നോക്കിയാ 105 6 എഴുതിയത് 6 അല്ല, Q ആണ് കേട്ടോ. നോക്കിയാൽ 120 അല്ല 105 ആണ്. ഇവിടെ 120 എന്നാണ് എഴുതിയത്. 105 ആണ് അവിടെ വരിക കേട്ടോ. ഇവിടെ 45 ഇവിടെ 60 45 60 എത്രയായി? 105. അപ്പോൾ ഈ റേഷ്യോയിൽ നമ്മളോട് വരക്കാനാണ് പറഞ്ഞത്. പക്ഷേ ഈ റേഷ്യോയിൽ നമുക്ക് ഡയറക്റ്റ് വരക്കാൻ കഴിയില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഒരു സൈഡ് നമുക്ക് അറിയാവുന്ന 8 ഉണ്ട്. ആ 8 വരച്ചിട്ട് ആ 8ൻ്റെ 2 അറ്റത്തുള്ള കോണുകൾ വരക്കുക. ഓക്കെ, 120 അല്ല കേട്ടോ, 120 സോറി, ഞാൻ അറിയാതെ പറഞ്ഞാണ്, പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു 30 കണ്ടപ്പോൾ പെട്ടെന്ന് നമ്മൾ 20 120 പോയി. ഇവിടെ 45 ആണ്. ഇവിടെ 30ഉം ഇവിടെയും 30 ആണെന്നുണ്ടെങ്കിൽ 120 വരിക. ആ ഒരു ഓർമ്മയിൽ പറഞ്ഞാണ്. ഇവിടെ 30 ആണെന്നുണ്ടെങ്കിൽ നോക്കിയാൽ 30 30 60, അപ്പോൾ ഇവിടെ 120 അല്ലേ? ഇവിടെ 30 45 ആണ്. അപ്പോൾ ബാക്കി അവിടെ എത്ര ഉണ്ടാവുക? 105 ആണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അങ്ങനെ ഒരു ചിത്രം വരക്കുക. ഇപ്പോൾ നമുക്ക് നമ്മളുടെ ട്രയാങ്കിളായി ആ പറഞ്ഞ റേഷ്യോയിലുള്ളത്. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് 2019 ചോദിച്ചിട്ടുള്ളത്. നമുക്കിനി അടുത്തത് 2022 2023 ഓരോ ചാപ്റ്ററുകൾ നോക്കാണ്ട്. എല്ലാം നമുക്ക് പെട്ടെന്ന് നോക്കണം. ഇവരിന്ന് ഡിസംബർ 11 നമ്മുടെ 2024 എക്സാം ഉള്ളത്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യുക. ആൻഡ് വിഷ് യു ഓൾ ദ വെരി ബെസ്റ്റ്. സീ യു സൂൺ. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.